രാഷ്ട്രീയത്തിലെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പുറപ്പാട് തുടങ്ങിക്കഴിഞ്ഞു. ഇക്കുറി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ കോൺഗ്രസ് രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങുന്നത്. തൃശൂരിൽ നിന്നും വലിയ തോതിൽ മിന്നും പരാജയം ഏറ്റുവാങ്ങിയതിനു ശേഷം കരുത്തനായ കെ മുരളീധരനെ തലസ്ഥാനത്തിന്റെ ചുമതല ഏൽപ്പിച്ചും മേയർ സ്ഥാനാർത്ഥിയായി മുൻ MLA KS ശബരിനാഥിനെ കളത്തിലിറക്കാൻ തീരുമാനിച്ചതും ഈ ജീവൻ മരണ പോരാട്ടത്തിന്റെ ഭാഗമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ സ്ഥാനാർത്ഥികളെ ഇറക്കി ഒരു മുഴം മുന്നേ എറിയാനുള്ള കോൺഗ്രസ് തന്ത്രം കണ്ട് ഇടതുപക്ഷവും BJPയും ഒരുപോലെ അമ്പരന്നിരിക്കുകയാണ്. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള യുവനിരയെ അണിനിരത്തി പുതിയൊരു മുഖം നൽകാൻ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട്. 24 വയസ്സുള്ള യുവതിക്ക് വരെ സീറ്റ് നൽകി യുവത്വത്തിന്റെ പ്രസരിപ്പ് പ്രചാരണായുധമാക്കാനാണ് നീക്കം. നിലവിൽ കോർപ്പറേഷനിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസിന് ഈ തിരഞ്ഞെടുപ്പ് അഭിമാന പ്രശ്നമാണ്. എന്നാൽ കടലാസിലെ ഈ കണക്കുകൂട്ടലുകൾ യാഥാർത്ഥ്യമാകുമോ? കോൺഗ്രസിന്റെ ചരിത്രം അറിയാവുന്ന ആർക്കും ഇതിൽ സംശയമുണ്ട്. കാരണം കോൺഗ്രസ് എന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം ഉണരുന്ന ഒരു സൈന്യം പോലെയാണ്. തിരുവനന്തപുരം പിടിക്കാനുള്ള കോൺഗ്രസിന്റെ മോഹങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുന്നത് പാർട്ടിയുടെ തന്നെ ജനിതക വൈകല്യങ്ങളാണ്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം പൊട്ടിമുളയ്ക്കുന്ന ഗ്രൂപ്പ് പോരും കാലുവാരികളും വിമതശല്യവും ഇത്തവണയും പതിവ് തെറ്റിക്കില്ല. ഇപ്പോൾ കാണുന്ന ഈ ആവേശമൊക്കെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതോടെ പമ്പ കടക്കും. സ്വന്തം പാർട്ടിക്കാരനെ തോൽപ്പിക്കാൻ ഇരുട്ടിൽ കൈകൊടുക്കുന്ന കോൺഗ്രസ് പാരമ്പര്യം മുരളീധരന്റെ തന്ത്രങ്ങൾക്കോ ശബരിനാഥിന്റെ യുവത്വത്തിനോ മറികടക്കാനാകുമോ എന്ന് കണ്ടറിയണം. കെ മുരളീധരൻ എന്ന ചാണക്യൻ തലസ്ഥാനത്ത് തന്ത്രങ്ങൾ മെനയുമ്പോൾ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു. ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നത് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം മുതിർന്ന നേതാക്കൾക്ക് തീരെ ദയിച്ചിട്ടില്ല. വർഷങ്ങളായി കോർപ്പറേഷനിൽ മത്സരിച്ച് ജയിക്കാനും മേയർ കുപ്പായം തയ്ക്കാനും കാത്തിരിക്കുന്ന നേതാക്കളുടെ സ്വപ്നങ്ങൾക്ക് മേലാണ് ശബരിനാഥന്റെ പാരച്യൂട്ട് ലാൻഡിംഗ്. ഈ അസംതൃപ്തി വോട്ടെടുപ്പിൽ തന്നെ പ്രതിഫലിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ശബരിനാഥനെ മത്സരിപ്പിക്കുന്ന വാർഡിൽ പോലും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം രംഗത്തിറങ്ങിയാൽ അത്ഭുതപ്പെടാനില്ല. കാരണം കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നത് എതിർ പാർട്ടിക്കാരേക്കാൾ സ്വന്തം പാർട്ടിക്കാരാണെന്നത് ഒരു ചരിത്ര സത്യമാണ്. ശബരിനാഥൻ എന്ന പുത്തൻ നേതാവിന്റെ നേതൃത്വം അംഗീകരിക്കാൻ തലസ്ഥാനത്തെ അമ്മാവൻ നേതാക്കന്മാർ തയ്യാറാകില്ല. അതിനാൽ ശബരിയുടെ കാലുവാരാൻ അവർ അരയും തലയും മുറുക്കി രംഗത്തുണ്ടാവും. ഫലത്തിൽ നിലവിലുള്ള 10ഓളം സീറ്റുകൾ പോലും കോൺഗ്രസിന് നഷ്ടപ്പെട്ടേക്കാം. ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് ഒരു തിരിച്ചുവരവിനുള്ള അവസരമാണെങ്കിൽ സ്വന്തം നേതാക്കൾ തന്നെ അത് ഇല്ലാതാക്കുമോ എന്ന ഭയം അണികൾക്കിടയിൽ ശക്തമാണ്. തിരുവനന്തപുരത്തെ അതേ മുൻകൂർ സ്ഥാനാർത്ഥി തന്ത്രം കൊല്ലം കോർപ്പറേഷനിലും കോൺഗ്രസ് പയറ്റുകയാണ്. INTUC ജില്ലാ അധ്യക്ഷൻ AK ഹഫീസിനെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് മുൻ മന്ത്രി VS ശിവകുമാറിന്റെ നേതൃത്വത്തിൽ 13 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പുറത്തിറക്കി. ആകെ 56 വാർഡുകളുള്ള കൊല്ലത്ത് തിരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുന്നതിന് മുൻപേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മേൽക്കൈ നേടാനാകുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. നേതാക്കൾ തമ്മിലുള്ള ശീതസമരം സ്ഥാനാർത്ഥി നിർണയത്തോടെ മറനീക്കി പുറത്തുവരും. ഹഫീസിനെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് കൊല്ലത്തെ കോൺഗ്രസിലെ മറ്റു ഗ്രൂപ്പുകൾക്കും എത്രത്തോളം സ്വീകാര്യമാകുമെന്നത് വലിയ ചോദ്യചിഹ്നമാണ്. ഒറ്റനോട്ടത്തിൽ ഇതൊരു മികച്ച രാഷ്ട്രീയ തന്ത്രമായി തോന്നാമെങ്കിലും കോൺഗ്രസിന്റെ ആന്തരിക രോഗങ്ങൾക്കുള്ള മരുന്ന് കണ്ടെത്താതെ ഏത് തന്ത്രം പയറ്റിയിട്ടും കാര്യമില്ല. സ്വന്തം പാളയത്തിലെ പടയെ ഒന്നിപ്പിക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെയാണ് നാടിനെ നയിക്കാൻ കഴിയുക? തിരുവനന്തപുരത്ത് ശബരിനാഥും കൊല്ലത്ത് ഹഫീസിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി എതിർ സ്ഥാനാർത്ഥികളല്ല, സ്വന്തം പാർട്ടിയിലെ വിഭീഷണന്മാർ തന്നെയാണ്. യുവാക്കൾക്ക് അവസരം നൽകുന്നുവെന്ന് പറയുമ്പോഴും പാർട്ടിയെ നിയന്ത്രിക്കുന്നത് പതിറ്റാണ്ടുകളായി ഒരേ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന പഴയ നേതാക്കൾ തന്നെയാണ്. അവരുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ അർഹരായ പലരും തഴയപ്പെടുന്നു. ഇത് പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറികൾ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായി മാറും. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാർട്ടി പരിപാടിയിൽ നേതാക്കൾ തമ്മിലുള്ള ചേരിതിരിഞ്ഞുള്ള തർക്കം. നേമം വാർഡിനെ ചൊല്ലിയാണ് പ്രധാന ഭിന്നത. നേമത്ത് ശേഷിക്കുന്ന പല സ്ഥാനാർത്ഥികളെയും മാറ്റി പുതിയ നേതാക്കളെ കെട്ടിയിറക്കിയെന്നാണ് മറ്റൊരാരോപണം. നേമം വാർഡിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സജീറിനായി ഒരു വിഭാഗവും GV ഹരിക്കായി മുരളീധരൻ അനുകൂലികളും രംഗത്തുണ്ട്. ഇതിനിടയിൽ DCC ജനറൽ സെക്രട്ടറി കൈമനം പ്രഭാകരനും മറുഭാഗത്ത് സജീവമാണ്. കെ മുരളീധരന്റെ പ്രചാരണ വാഹനം ഒരു വിഭാഗം നേതാക്കൾ കഴിഞ്ഞ ദിവസം തടഞ്ഞിരുന്നു. ക്ഷുഭിതനായ മുരളീധരൻ പിന്നീട് വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും തുടർന്ന് മറ്റു ചില നേതാക്കൾ വന്ന് അനുനയിപ്പിക്കുകയുമാണ് ചെയ്തത്. ഇപ്പോഴത്തെ ഈ ആവേശവും ആരവവും താൽക്കാലികം മാത്രമാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വിമതർ തലപൊക്കും, ഗ്രൂപ്പ് മാനേജർമാർ വിലപേശൽ തുടങ്ങും, കാലുവാരികൾ സജീവമാകും. അവസാനം പരാജയത്തിന്റെ കൈപ്പുനീർ കുടിക്കാൻ വീണ്ടും കോൺഗ്രസ് വിധിക്കപ്പെടും. തിരുവനന്തപുരത്തും കൊല്ലത്തും കോൺഗ്രസ് ഒരുക്കുന്ന ഈ നാടകം പരാജയത്തിന്റെ ഒരു പുതിയ ചരിത്രം രചിക്കാൻ വേണ്ടിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.
ഈ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് പഠിച്ചില്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഈ പാർട്ടിയുടെ ഭാവി അത്ര ശോഭനമായിരിക്കില്ല. പരാജയത്തിൽ നിന്ന് പാഠം പഠിക്കാത്തവർ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ എറിയപ്പെടുമെന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത്.